നമസ്കാരം, അഷ്ടപതി കളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വടിവീശൽ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നതിനെ കുറിച്ചാണ്. 15 തരത്തിലാണ് കളരികളിൽ വടിവീശലുകൾ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പത്തിയുടെ ഭാഗം നല്ല വഴക്കത്തിൽ എത്തിക്കുക എന്നതാണ്. കാരണം വടിവീശൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ഒരു ഭാഗത്തിനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കൈപ്പത്തി ഈ ഒരു ഭാഗം നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വടി പിടിക്കുന്നത്. അപ്പോൾ ഞാനൊരു പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വടി പിടിച്ചതിന് ശേഷം നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും നമ്മൾ ആദ്യം ഈ ഒരു രീതിയിൽ കറക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു സപ്പോർട്ട് നമ്മൾ ഇവിടെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ കൈയുടെ ഈ ഒരു ഭാഗത്തും കൈപ്പത്തിയുടെ ഭാഗത്തിന് നല്ലൊരു അയവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം നമ്മൾ വളരെ പതിയെ ഇത് ചെയ്ത് ശീലിച്ചതിന് ശേഷം പിന്നെ നമ്മളത് വേഗതയിലേക്ക് ആക്കി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവിടെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ചുവന്ന ഭാഗം നമ്മൾ ആദ്യം ഇടത് ഭാഗത്ത് കൂടി നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ നമ്മളത് വലത് ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് എടുത്തതിന് ശേഷം നല്ല സ്പീഡിലേക്കാക്കി നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ മലർത്തി പിടിച്ചതിന് ശേഷം പിന്നെ നമ്മളത് തിരിച്ചാണ് ചെയ്യുന്നത്. ആദ്യ ഭാഗം നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുന്ന സമയത്ത് പിന്നെ നമ്മളത് തിരിച്ച് ഈ ഒരു രീതിയിലേക്ക് എടുക്കണം. കാരണം നമ്മൾ ആദ്യം ഈ ഒരു താഴെ ഭാഗത്താണ് നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തത്. എടുക്കുന്ന സമയത്ത് ഈ ഒരു കോരി എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം ഇത് ചെയ്തത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മുകളിലോട്ട് നമ്മൾ തട്ടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം, ഈ കൈയുടെ പത്തിയുടെ ഭാഗം നല്ല രീതിയിൽ നമുക്കത് വഴങ്ങി കിട്ടുന്നതാണ്. എന്നതിന് ശേഷമാണ് നമ്മളത് വടി കറക്കുന്ന മറ്റ് രീതികളിലേക്ക് നമ്മൾ പോകുന്നത്. ആദ്യ ഭാഗം നമ്മൾ ഈ ഒരു രീതിയിൽ നല്ലോണം ചെയ്ത് പരിശീലിച്ച് നമ്മൾ സ്വായത്തമാക്കി വെക്കണം. ഈ ഒരു വഴക്കം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് വിദ്യകൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വടി നമ്മൾ മുറുക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം നമ്മൾ ഇടത്തോട്ടും പിന്നെ കറക്കി മുന്നിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വലത്തോട്ടും എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം വളരെ പതുക്കെ നമ്മൾ പരിശീലിച്ച് കൊണ്ടുവരണം. പിന്നെ നമ്മളത് പതുക്കെ നമ്മൾ വേഗത കൂട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടത്തും വലത്തും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തോട് പരമാവധി നമ്മൾ അടുപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ പരമാവധി നമ്മൾ അടുപ്പിച്ചിട്ട് ചെയ്യണം. മാത്രമല്ല പഠിക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് കനം കുറഞ്ഞ പൈപ്പോ അല്ലെങ്കിൽ മറ്റ് വടികളോ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു രീതി നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. മാത്രമല്ല ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിന് അതുപോലെ തന്നെ തലയുടെ ഭാഗത്ത് തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വഴക്കം ആയതിനു ശേഷം മാത്രമേ നമ്മളത് സ്പീഡാക്കി എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യ ഭാഗം നമ്മൾ ശീലിച്ചതിന് ശേഷം രണ്ടാമതായി നമ്മൾ ഒരു കാല് മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ചെരിഞ്ഞ് നിന്നതിന് ശേഷം നമ്മൾ ആ പഠിച്ച ആ ഒരു മെത്തേഡ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് എടുക്കണം. അതായത് ഈ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ ആദ്യം ശീലിച്ച അതേ മെത്തേഡാണിത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ രണ്ടാം ഭാഗമായിട്ട് നമ്മളത് ചെയ്യേണ്ടത്. ആദ്യ ഭാഗം നമ്മൾ ചെയ്ത് കൈക്ക് വഴക്കം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊണ്ടുവരണം. അത് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ തന്നെ, അതായത് ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇടതും വലതും നമ്മൾ ഈ ഒരു രീതിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗം നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ തിരിച്ച് മുന്നിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചെറിയൊരു ഭാഗത്തെ നമ്മൾ കറക്കിയെടുക്കണം. ഈ ഒരു രീതിയിലേക്കാക്കി നമ്മളത് കൊണ്ടുവരണം. ആദ്യം നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. പിന്നെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതായത് ഈ ഒരു രീതിയിൽ ശരീരത്തോട് ചേർത്ത് കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. രണ്ടാം ഭാഗം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ വഴക്കമായി വന്നാൽ ഇടത്തും വലത്തും നമ്മൾ ഒരുപോലെ
പരിശീലിച്ച് നമ്മൾ എടുക്കണം. എന്നതിന് ശേഷമാണ് നമ്മൾ കൈമാറുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കൈമാറിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഒരു രീതിയിൽ. പിന്നെ നമ്മളത് വേഗതയിലേക്ക് ആക്കി എടുക്കാവുന്നതാണ്. നമുക്കത് ചുവട് ശീലിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെറുവിരലിന്റെ ഈ ഒരു ഭാഗം, അതായത് ഈ ചെറുവിരൽ നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ മുന്നിലേക്ക് എടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ചരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മുന്നിലേക്ക് നമ്മൾ എടുത്ത് നല്ല വഴക്കത്തോടു കൂടി എത്തിക്കണം. ഇടതും വലതും നമ്മൾ ഒരുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ മാറുന്നതാണ് ശീലിക്കേണ്ടത്. അപ്പോൾ കൈ മാറുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മളത് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തള്ളവിരലിന്റെ ഭാഗത്തേക്ക് മറ്റേ കൈയുടെ തള്ളവിരൽ കൂട്ടി ഈ ഒരു രീതിയിലാണ് നമ്മൾ പിടിക്കുന്നത്. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കൈ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് നമ്മൾ മുറുക്കി പിടിക്കുകയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന രീതി നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ ചെറിയ ചുവടുകൾ കൂടി ശീലിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വടി വീശി എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൈമാറി വരുന്നത്. അപ്പോൾ കൈമാറുന്ന രീതി നമ്മൾ കൈപ്പത്തി നേരെ മലർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ചരിച്ചതിന് ശേഷം ഈ തള്ളവിരലിന്റെ ഭാഗം, അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ പിടിച്ചതിന് ശേഷം മറ്റേ കൈ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നതിന് ശേഷം വടി മറ്റേ കൈ കൊണ്ട് നമ്മൾ മുറുക്കി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് ചെയ്ത് വഴക്കം കിട്ടിയവർക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 സ്റ്റെപ്പുകൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. ബാക്കി ഇതിന്റെ മെത്തേഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.